വീണ്ടും കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരൻ. പ്രതിക്കെതിരെ ഡോക്ടറെ ആക്രമിച്ചതും ലൈംഗികമായി പീഡിപ്പിച്ചതും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ശിക്ഷാവിധി തിങ്കളാഴ്ച. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നിർണായകമായ കേസിലാണ് കോടതിയുടെ വിധി ഉണ്ടാകുന്നത്. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് പ്രതിക്കെതിരായ 3 കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു. അതിൽ ഏറെ ശ്രദ്ധേയമെന്ന് പറയുന്നത് പ്രധാനമായും കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ തന്നെയല്ലേ? കേസിൽ ഇപ്പോഴും നിർണായകമായ വിധി കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ നിർണായകമായ വിധി കൊൽക്കത്ത സിയാൽദ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി കോടതി ചൂണ്ടിക്കാട്ടിയത് തന്നെ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണ് എന്ന ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണമാണ് വിധി പ്രസ്താവത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതി ജൂനിയർ ഡോക്ടറെ ആക്രമിക്കുകയും പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അത് പ്രോസിക്യൂഷന്റെ വാദങ്ങളിൽ നിന്ന് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലും ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അത് തെളിയിക്കുന്ന, അതിനെ സാധൂകരിക്കുന്ന ഫോറൻസിക് തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. 25 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഇതിനോടകം തന്നെ പ്രതിക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി ശിക്ഷാവിധിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കേസ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു CBI ഏറ്റെടുത്തത്. CBI അന്വേഷണം ഏറ്റെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആർജിക്കർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ സെമിനാർ ഹാളിന് സമീപം വിശ്രമിക്കുകയായിരുന്നു. അവിടെ താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള സഞ്ജയ് റോയ് എത്തുകയും ജൂനിയർ ഡോക്ടറെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന കാര്യം കൂടി CBI കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മറ്റ് തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന കാര്യം കൂടി കോടതിയെ അറിയിച്ചിരുന്നു. അടച്ചിട്ട കോടതിയിൽ നടന്നിട്ടുള്ള വാദത്തിൽ 50-ലധികം സാക്ഷികളെ കോടതി വിസ്തരിച്ചു. പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്നുള്ളത് ഈ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ള ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ നിന്ന് ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് മൃതദേഹത്തിനടുത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അത് സഞ്ജയ് റോയ് ഉപയോഗിച്ച ബ്ലൂടൂത്ത് ഡിവൈസ് ആണ്. അത് തന്നെയായിരുന്നു പ്രതിയിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ. പിന്നീട് ഫോറൻസിക് പരിശോധനയിൽ പ്രതി ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്തി. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ കുറ്റപത്രത്തിലും ഒപ്പം വാദത്തിലും ഉന്നയിച്ചിരുന്നു. ആ വാദങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണ് എന്ന വിധിയിലേക്ക്, എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയിട്ടുള്ളത്. അതിന്റെ ശിക്ഷാവിധി തിങ്കളാഴ്ചയായിരിക്കും. എന്ത് ശിക്ഷയായിരിക്കും പ്രതിക്ക് നൽകുക എന്നുള്ളത് തിങ്കളാഴ്ചയായിരിക്കും കോടതി വിധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണ് എന്ന് സിയാൽദ കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകും. CBI ചൂണ്ടിക്കാട്ടിയത്, കുറ്റപത്രത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയത് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായിട്ടുള്ള സുഖംത മജുംദാർ, ബംഗാളിൽ നിന്നുള്ള BJP നേതാവ്, അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ, പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ സംഭവത്തിൽ സഞ്ജയ് റോയെ കൂടാതെ മറ്റു പ്രതികൾ കൂടി ഉണ്ട് എന്ന സംശയം ആശുപത്രിയിലെ സഹപ്രവർത്തകർക്കും ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിനുമുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കണം, ആ ഒരു വശവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കണമെന്ന ആവശ്യമാണ് സുഗംത മജുംദാർ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. നിലവിൽ കോടതിയുടെ വിധിയിൽ വിശ്വാസമുണ്ട്, അത് സ്വാഗതാർഹമാണ്. അതിനപ്പുറത്തേക്ക് വലിയ അന്വേഷണം നടക്കണം. ഈ സംഭവം ഉണ്ടായി ആദ്യ 5 ദിവസങ്ങളിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം ഈ കേസിനെ തന്നെ പൂർണ്ണമായും അട്ടിമറിച്ചു എന്ന ആരോപണം കൂടി അദ്ദേഹം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലുതായി ഉയർന്നിട്ടുള്ള ആരോപണം തന്നെ ഇത്തരത്തിലൊരു ഗുരുതരമായ സംഭവം നടന്നതിന് ശേഷം സ്വീകരിക്കേണ്ട നടപടികളിൽ ബംഗാൾ സർക്കാരും ഒപ്പം സംസ്ഥാന പോലീസും ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരും ഗുരുതരമായ വീഴ്ച വരുത്തി എന്നുള്ള
കാര്യങ്ങൾ ഈ മുൻപേ തന്നെ ആരോപണമായി ഉയർന്നിരുന്നു. ഒന്ന്, ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലും അതിന്റെ സംസ്കാര നടപടികളിലും വലിയ തിടുക്കം ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ കാണിച്ചു. ഒപ്പം ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ള സംഭവ സ്ഥലം സീൽ ചെയ്ത് സൂക്ഷിക്കാതെ CBI അന്വേഷണം ആരംഭിക്കുമ്പോഴും ആ സംഭവം നടന്നിട്ടുള്ള സ്ഥലത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഒപ്പം ആർജിക്കാർ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ആ സെമിനാർ ഹാൾ തന്നെ നവീകരിക്കാനുള്ളൊരു അടിയന്തര ഉത്തരവ് ആ സമയത്ത് പുറപ്പെടുവിച്ചിരുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കേസിൽ കൂടുതൽ ഉന്നതരായിട്ടുള്ള ആളുകളുണ്ട് എന്ന സംശയം ആശുപത്രിയിലെ ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ സഹപ്രവർത്തകർക്കും ആ ഡോക്ടറുടെ കുടുംബത്തിനുമുണ്ട്. അത് പലതവണ മാധ്യമങ്ങൾക്ക് മുൻപിലും ഒപ്പം കോടതിക്ക് മുൻപിലേക്കും വാദമായി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മമതാ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധം, രാജ്യത്തെ നടുക്കിയ ഒരു ഡോക്ടറുടെ ജീവനെടുത്ത സംഭവം നടന്നിട്ടും അതിൽ വലിയ ഗുരുതരമായ പിഴവും വീഴ്ചയും സംഭവിച്ചതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ആർജിക്കാർ ആശുപത്രിയിൽ ദിവസങ്ങളോളം ഡോക്ടർമാർ പണിമുടക്കി സമരം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ പണിമുടക്ക് സമരവും ഒപ്പം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധവും നടന്നിരുന്നു. BJPയുടെ ഭാഗത്തു നിന്നും പശ്ചിമ ബംഗാളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നു. ഗുരുതരമായൊരു സംഭവം നടന്നിട്ടും വലിയ വീഴ്ച ഈ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ സംസ്ഥാന പോലീസിനും സർക്കാർ സംവിധാനങ്ങൾക്കും സംഭവിച്ചു എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയത്. അത് മുൻപ് കൊൽക്കത്ത ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണം CBIക്ക് വിട്ടത്. സാധാരണഗതിയിൽ ഇത്രയും കൊളിളക്കം സൃഷ്ടിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ സംസ്ഥാന പോലീസിനപ്പുറത്തേക്ക് മറ്റ് ഏജൻസികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള അന്വേഷണം കൈമാറാനുള്ള പതിവുണ്ട്. അതിനപ്പുറത്തേക്ക് കുടുംബം ആവശ്യപ്പെട്ടിട്ട് പോലും ഈ സംഭവത്തിന്റെ അന്വേഷണം CBIക്ക് കൈമാറാൻ മമതാ സർക്കാർ തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതിയിലേക്ക് ഈ നിയമയുദ്ധം എത്തുകയും കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തത്. CBIയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഈ പ്രതിയും ജൂനിയർ ഡോക്ടറെ ആക്രമിച്ച് കീഴടക്കി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് വളരെ വ്യക്തമായ ഫോറൻസിക് തെളിവുകളുണ്ട്. ഒപ്പം മൃതദേഹത്തിനരികെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ബ്ലൂടൂത്ത് ഡിവൈസ് ഈ പ്രതിയുടെ കൂടാതെ സാഹചര്യ തെളിവുകൾ ഇവയെല്ലാം തന്നെ അന്വേഷണ സംഘം കുറ്റപത്രത്തിലൂടെ കോടതിക്ക് മുൻപിലേക്ക് എത്തിക്കുകയും പ്രോസിക്യൂഷൻ അത് കോടതിയെ ബോധിപ്പിക്കാനും സാധിച്ചു എന്നുള്ളതാണ് വിധിയുടെ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. രാജ്യത്തെ നടുക്കിയ കൊൽക്കത്ത ആർജിക്കാർ ജൂനിയർ ഡോക്ടറുടെ പീഡന കൊലപാതക കേസിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണ് എന്ന് സിയാൽദ കോടതി, സിയാൽദ അഡീഷണൽ സെഷൻസ് ജഡ്ജിയാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഏകദേശം അടച്ചിട്ട കോടതിയിൽ നടന്നിട്ടുള്ള ഈ വിചാരണയ്ക്കിടെ 50-ലധികം സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. ഈ വിധി പ്രസ്താവത്തിൽ കോടതി ഇത്തരം കണ്ടെത്തലുകൾ നടത്തിയതിനു ശേഷം പ്രതിഭാഗം കോടതി അറിയിച്ചത് അല്ലെങ്കിൽ പ്രതി ജഡ്ജിയെ അറിയിച്ചിട്ടുള്ളത് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. ഈ കേസിൽ മറ്റ് യഥാർത്ഥ പ്രതികളുണ്ട്, അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നൊരു വാദമാണ് പ്രതിയുടെ ഭാഗത്തുനിന്ന് കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. പക്ഷേ നിലവിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതുപോലെ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണ് എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് സിയാൽദ കോടതി എത്തിയിട്ടുള്ളത്. ഇതിന്റെ ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകും. കോടതി തന്നെ ഇന്ന് ആദ്യഘട്ട വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയത് 25 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ പ്രതിക്കുമേൽ തെളിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും ശിക്ഷാവിധി, കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഈ അന്വേഷണത്തിന്മേൽ കോടതിയുടെ പരാമർശങ്ങൾ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് തിങ്കളാഴ്ച അറിയാൻ സാധിക്കും. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.